ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഞാൻ ബിന്നി കൃഷ്ണകുമാർ. ഈ പ്രോഗ്രാമിൽ ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് പാനലിൽ വരുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സുജാത ചേച്ചിയായിട്ടും ശ്രീനിവാസൻ ചേട്ടനുമായിട്ടും ഫസ്റ്റ് ടൈമാണ് ഇരിക്കുന്നത്. ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ജഡ്ജായിട്ട്. സോ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഭയങ്കര ഒരു രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സാധാരണ കുട്ടികളുടെ പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും, കാരണം കുട്ടികളുടെ ഒരു പ്രായത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി പോകാറുണ്ട്. പിന്നെ ചിലർ ചോദിക്കും, കുട്ടികളോട് നിങ്ങൾ എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഒരു പാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു രാഗമൊക്കെ പറയണത്. അപ്പം ഞാൻ പറയും, അത് കുട്ടികളോട് മാത്രമല്ല, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. അതിലും പഠിക്കുന്ന കുട്ടികളും പഠിക്കുന്ന ആൾക്കാരും ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി കോമൺ ആയിട്ടാണ്, എന്നാൽ നമ്മുടെ കുട്ടികൾക്കും പ്രയോജനപ്രദമായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. അതെ അതെ അതെ, കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ജീവ ഒരു വണ്ടർഫുൾ ആങ്കറാണ്. അപ്പം ജീവയുടെ ഒന്ന് രണ്ട് ചിലത് റിപ്പീറ്റ് അടിച്ച് ഞാൻ ചില ഇൻസിഡൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ്, നല്ല രസമാണ്. ഇവിടുത്തെ ഒരു വെറൈറ്റി, വേറൊരു രീതിയിൽ ഗംഭീരമാണ്. സോ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. സുജാത ചേച്ചി, ശ്രീനിവാസ് സാർ. സോ ഞാൻ ആക്ച്വലി സുജാത ചേച്ചിയുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഇരിക്കുന്നത്. ചിത്ര ചേച്ചിയുടെ അവിടെ തമിഴിൽ ഇരിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ സുജാത ചേച്ചിയായിട്ട് എനിക്കുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ചേച്ചിയുടെ മകള് ശ്വേത എൻ്റെ സ്വന്തം ശിഷ്യയാണ്. ഫ്രം ദി ബിഗിനിങ് തൊട്ട് ശ്വേത എൻ്റെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും കൂടെ ചേച്ചിയായിട്ടുണ്ട്. താങ്ക് യു. പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് കൊണ്ട് നമുക്കൊന്നും റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും എല്ലാ ഷോയും ഒരു വ്യത്യാസം ഉണ്ടാവും. കുറച്ച് കുട്ടികളെല്ലാം പുതിയതായിരിക്കും, കുറച്ച് കുട്ടികളെല്ലാം പല റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത കുട്ടികളും ഉണ്ടാവും. കാരണം അവർക്കും ഇതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ പറയട്ടെ, ഒരു പാട്ട് തന്നെ 100 പേര് പാടുന്നത് 100 രീതിയിലാണ്. അതേ ഒരു വ്യത്യാസമല്ലേ. ഒരേ പാട്ട് തന്നെ എത്രയോ വ്യത്യാസമായിട്ട് പാടുന്നു. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ വാതാപി ഗണപതി, ഓരോ ആൾക്കാരും പാടുന്നതിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു കർണാട്ടിക് കൂടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത്രയും സിംഗേഴ്സ് അത്രയും പാട്ടുകളുടെ പാടുന്ന അവരുടെ ആ വൈവിധ്യമായ അവരുടെ പ്രസൻറ്റേഷനാണ് ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും ഇത്രയും എപ്പോൾ കേട്ടാലും നിങ്ങൾക്കൊരു പുതുമ തോന്നും. അത് നമ്മൾ ഈ ലോകത്ത് ഒത്തിരി കോടിക്കണക്കിന് മനുഷ്യരുണ്ടെങ്കിലും എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ. ഞാൻ എല്ലാവരെയും നമ്മൾ ചേർന്ന് കണ്ടിരിക്കും. മറ്റേ ജപ്പാൻ, ചൈന അവിടെയൊക്കെയാണ് കുറച്ച് എല്ലാവരും കണ്ട ഒരുപോലെ ഉണ്ടെങ്കിൽ പോലും അവരിലും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ പാട്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതൊരു വെറൈറ്റിയാണ്. ഏജ് എനിക്ക് തോന്നുന്നു 14 വയസ്സ് വരെയാന്ന് തോന്നുന്നു. പാടാലോ. ഏത് പാട്ട്? ഏതെങ്കിലും 2 പേര് പാടിയാൽ മതി. അറിയാതെ അറിയാതെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. മതിയോ? ഓർക്കുന്നില്ല.
ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ സി സരിഗമപ തുടങ്ങിയത് തൊട്ട് ഇതിലുള്ള ആളാണ്. ഞാൻ വളരെ അറ്റാച്ച്ഡ് ആണ് ഈ ഷോ ആയിട്ട്. ഓരോ സീസൺ തുടങ്ങുമ്പോഴും നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് വരണം എന്നാണ് പ്രാർത്ഥിച്ച് തുടങ്ങണം. ഇത്തവണയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സീസൺ ആകുമ്പോൾ അതിന് ഇപ്പോഴും ഒരു പ്രത്യേകതയാണ്. അവിടെ പിള്ളേർ കുറച്ചു നേരം പാടുന്ന കണ്ടപ്പോൾ അടിപൊളിയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാ കുട്ടികളും നല്ലോണം പെർഫോം ചെയ്യട്ടെ, അതാണ് ആഗ്രഹം. സീസൺ 1 ജഡ്ജസ് മാറിയിട്ടുണ്ട്, കുറച്ച് ജൂറി മാറിയിട്ടുണ്ട്. സീസൺ 1 ഒരു പ്രത്യേക സീസണായിരുന്നു, ഇത് പറയാതിരിക്കാൻ വയ്യ. അതൊരു ആർമാദമായിരുന്നു ഞങ്ങൾ. അതുപോലെ കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നോക്കട്ടെ, അതിനൊരു എനർജി തന്നെ വരും. കുട്ടികളിൽ എന്ന് പറയുമ്പോൾ ഒരു വേറെ എനർജിയാണ്. നമ്മൾ മറ്റേത് സീനിയേഴ്സ് ആയിരുന്നു. കുട്ടികൾക്ക് നമ്മൾ കുറച്ചും കൂടെ വേറെ ടൈപ്പ് ഡീൽ ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ പാവം ഇയാളെ അരക്കി പിടിച്ച് ഞെക്കിത്തള്ളല്ല. വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാരും സെയിം തന്നെ ഇടാൻ പോണേ? എല്ലാരും സെയിം തന്നെയാണ് ഇടാൻ പോണേ? ചോദിച്ചോളൂ, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. അയ്യോടാ, ജാനകിയമ്മ ഞങ്ങള് ഈ സീസണിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എപ്പോഴും മിസ് ചെയ്യും ജാനകിയമ്മ. ജാനകിയമ്മ എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ചക്കര കുട്ടിയായിരുന്നു. യങ്സ്റ്റേഴ്സിനെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിംഗർ എന്ന് പറയാം. ജാനകിയമ്മയുടെ അടുത്ത് പോയിരുന്ന് എല്ലാവരും പാടണം, അതായിരുന്നു ജാനകിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അടുത്ത് പോയിരുന്ന് പാടിയ ഓരോ പാട്ടുകൾ, ജാനകിയമ്മ പാടിയ പാട്ടുകൾ, നമ്മൾക്ക് കുറേ പാട്ടുകൾ, നമ്മൾ വിചാരം എല്ലാ പാട്ടും അറിയാമെന്നോ നമുക്ക് ജാനകിയമ്മയുടെ, പക്ഷേ ഒരുപാട് പാട്ടുകൾ ജാനകിയമ്മ നമുക്ക് യൂട്യൂബ് ലിങ്കൊക്കെ അയച്ചു തരും. എന്ത് ക്യൂട്ടാ അറിയാമോ, ഇൻ്റെ പാട്ട് കേട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് അത് അയച്ചു തരും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയണത് ജാനകിയമ്മ ഇപ്പം പ്രസൻറ്റിലാണ് ജീവിക്കണത്, എല്ലാ കാര്യവും അപ്ഡേറ്റഡ് ആണ്. സോ ഡെഫിനറ്റ്ലി. എന്തിനെ പറ്റി? ഇതൊന്നും ഇടല്ലോ കേട്ടോ, പോടാതൊന്നും. അതേ ഇടുള്ളൂ. മോൻ പാടാൻ മാത്രം പറയരുത്. അത് നമ്മുടെ എന്താ പറയണേ, പാടും. ഞാൻ ഇവിടെ ഒക്കെ പാടും. അതിന് കുറച്ച് പ്രിപ്പറേഷനൊക്കെ വേണം. ഇപ്പോൾ ഊണ് കഴിച്ച് വന്നിട്ടേ ഉള്ളൂ. ജീവച്ചേട്ടൻ പാടാൻ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. കണ്ട അത്രമേലിഷ്ടമായി നിന്നെ ചേച്ചിയെ. കണ്ടോ, ആരെങ്കിലും വിചാരിച്ചാണോ ചേച്ചിയെ പോലെ ലെജൻഡ് കൊണ്ട് പാടാൻ പറ്റുമെന്ന്? എന്തായാലേ. ഹലോ ഗൈസ്, നിന്നെ എനിക്കറിയാം, നീ ചോദിച്ചോ, നിന്റെ വീഡിയോ എന്തായാലും ഉണ്ട് കേട്ടാ. ഫസ്റ്റ് സീസണിലെ പാട്ട് കേട്ടിട്ടില്ലേ? ഫസ്റ്റ് സീസണിലോ സെക്കൻഡ് സീസണിലോ? മറ്റേ പഞ്ചവർണ്ണക്കുള്ളിലെ ഫസ്റ്റ് സീസൺ ഭയങ്കര ഹിറ്റാണ്. ആ പഞ്ചവർണ്ണക്കുള്ളിലെ പാട്ട്, സിനിമാ പാട്ടിനെ കേട്ടത് ഹിറ്റായി. സരിഗമ ആങ്കർ ജീവയാണ് രജിസ്റ്റർ ചെയ്തേക്കണം. കഴിഞ്ഞോണം നമ്മുടെ രഞ്ജിനി ഉണ്ടായിരുന്നു. രഞ്ജിനിയുടെ സ്റ്റൈല് രഞ്ജിനി രസമായിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞോണം ചെന്നൈയിലാണ് ചെയ്തത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് കൊച്ചിയിൽ തന്നെ വീണ്ടും ചെയ്യുന്നു, അതിൻ്റെ സന്തോഷം. ഞാൻ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു. സരിഗമപയെന്നാണ് തുടങ്ങിയത്. സരിഗമപ ചെയ്തതിനു ശേഷമാണ് ഈ പറയുന്ന ഒരുപാട് പേര് ഇതുപോലെ ക്യാമറയായിട്ട് മുമ്പിൽ വന്ന് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ തിരിച്ച് ആ കുടുംബത്തിലേക്ക് ഒരു 2-3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അപ്പോൾ അതിൻ്റെ സന്തോഷം അത് നിങ്ങളോട് പറയാൻ നിങ്ങളെ വിളിച്ചു. നിങ്ങൾ വന്നപ്പോൾ നിങ്ങളെ കണ്ടതിൻ്റെ ഒരു സന്തോഷം. പിന്നെ എന്തൊക്കെ ഉണ്ട്? പുതിയ കളികളൊക്കെ ഉണ്ടാവോ? ഉണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പം ചെറിയ പിള്ളേരായതുകൊണ്ട് നമ്മുടെ വഴിക്ക് അവർ വരില്ല, അപ്പോൾ അവരുടെ വഴിക്ക് നമ്മൾ പോകണം. അതാണ്. ചേച്ചി ഇന്നലെ വന്നപ്പോൾ തന്നെ പറഞ്ഞു എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടടാന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഓൾറെഡി കുറവാണല്ലോ. വയസ്സ് നീ ഭക്ഷണം കഴിച്ചാ? നമ്മള് സ്ഥിരം കാണുന്നത്, സ്ഥിരം ആൾക്കാരെ ഇവരൊക്കെ. പിന്നെന്താ? അപ്പൊ ഇതാണ്. ഇവരാരെന്തൊന്നും ചോദിക്കാത്തെ?
നല്ലൊരു തുടക്കം പോകണല്ലോ, അപ്പൊ പിന്നെ വെറുതെ വേണ്ട. ഇവര് ജെൻസി ആണോ? എന്നെ ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ഇവർക്ക്. പാടിയാൽ ഏറ്റവും ഫേവറേറ്റ് ഞാൻ പാടി പട്ടക്ക് എനിക്ക് ഇഷ്ടം. എൻ്റെ ഏറ്റവും കാട്രിൻ മൊഴി എൻ്റെ വേണം മോനെ. ഇപ്പൊ വേണ്ട, അപ്പൊ ഞാൻ എത്രയോ ചെന്നന്മാർ പാടിക്കഴിഞ്ഞില്ലേ. എന്റെ കൂടെ അതെ. இயற்கையின் மொழிகள் புரிந்து விடில் மனிதரின் மொழிகள் தேவையில்லை இதயத்தின் மொழிகள் புரிந்து விடில் மனிதர்க்கு மொழியே தேவையில்லை காற்றின் மொழി. താങ്ക് യു. അതിൻ്റെ അർത്ഥം അറിയാമോ? ഇയർക്കൈൻ മൊഴികൾ പുരിന്തുവിടിൽ. നേച്ചറിൻ്റെ മൊഴി അറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. അതാണ് ലാംഗ്വേജ്. ഇവൻ പാട്ടിൽ ഇത് അപ്ലൈ ചെയ്യാം. പാട്ടിനും മ്യൂസിക്കിനും ലാംഗ്വേജ് അത് ആ പാട്ടിൽ പറയുന്നില്ല ഇങ്ങനെ. പക്ഷേ ഞങ്ങളൊക്കെ എടുത്തേക്കണേ മ്യൂസിക് ഡസൻറ്റ് ഹാവ് എനി ലാംഗ്വേജ്. അത് ഇമോഷനാണ്. അത് മനുഷ്യനായിട്ട് കണക്ട് ചെയ്ത ഏത് ലാംഗ്വേജ് ആണെങ്കിലും ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മ്യൂസിക്. അങ്ങനെയാണ് ഞങ്ങൾ. ചേച്ചിയുടെ സമയത്തൊക്കെ ഈ ആ പ്രായത്തിലൊക്കെ ഈ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ശരിക്കും ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. അങ്ങനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആവാന്നൊക്കെ വിചാരിക്കുന്നു. അല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയൊക്കെ മതി. കാരണം ഈ ഇത്രയും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത്രയും വെറൈറ്റി ഒക്കെ പാടണ്ടേ. ഞങ്ങൾ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വെള്ളം കുടിച്ചു തന്നെ. ആക്ച്വലി എല്ലാം പാടണം. വെസ്റ്റേൺ പാടണം, കർണാട്ടിക് പാടണം, ലൈറ്റ് മ്യൂസിക്, ഫോക്ക്, എല്ലാ വെറൈറ്റിയും പാടിയാലേ കോമ്പറ്റീഷനിൽ സക്സസ്ഫുൾ ആവുള്ളൂ ഇല്ലേ. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. നമുക്ക് എല്ലാ സിംഗേഴ്സിനും ഒരു സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് കാണിച്ച് ആണ് ഞങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കണം. സോ അതൊരു ഭാഗ്യമാണെന്ന് തന്നെ പറയാം. പക്ഷേ കുറച്ചും കൂടെ മേ ബി ഈസി ആൾക്കാരുടെ അടുത്ത് എത്താൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. മറ്റേത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെയൊക്കെ മുഖം മനസ്സിലായത്. എത്ര നാൾ കഴിഞ്ഞു. പിന്നെ അപ്പോഴൊന്നും ഡ്രസ്സും ചെയ്യണ്ട. വെറുതെ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ പേടിയാണ്. കുറച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ പാട്ട് ശരിയായില്ലെങ്കിലോ എന്ന്. ഇപ്പോൾ ഫസ്റ്റ് സാരി നമ്മൾ പ്രോഗ്രാമിന് വരണതിന് മുമ്പ് എന്താ സാരി കൊടുക്കണം, എന്താണ്, അതാണ് പ്രോഗ്രാം ആൾക്കാർ തന്നെ നമ്മളടുത്ത് പറയും. അപ്പോൾ സോ ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് എല്ലാം ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ പാട്ടുകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ? പഴയ ഓൾഡ് പിള്ളേർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ, പഴയ പാട്ടും അങ്ങനെ നല്ല പാട്ടുകൾ ചൂസ് ചെയ്യും. എല്ലാം ഒരു മെലഡി മാത്രമല്ലാതെ അടിപൊളി പാട്ടുകളും ഒക്കെ വേണം, എന്നാലേ രസമുള്ളൂ പ്രോഗ്രാമിന്. അപ്പോൾ കുട്ടികൾക്ക് ഏതൊക്കെ കംഫർട്ടബിൾ അവർ രസമായിട്ട് അവതരിപ്പിച്ചാൽ ഞങ്ങൾ ഹാപ്പി. റാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റാപ്പ് ഇസ് വെരി ഡിഫിക്കൾട്ട് ആക്ച്വലി. നമ്മൾ ഈസിയാന്ന് പറയാൻ പറ്റാതെ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ആലോചിച്ച് നോക്കാം, ഞങ്ങൾക്ക് റാപ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടേനാണ്. അതെ, അതൊക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്യണം ആ ചെയ്യുന്നവരെ. കുട്ടികളാകുമ്പോൾ റിസ്ക് ഇല്ല മോനെ. കുട്ടികളാകുമ്പോൾ അവരുടെ തെറ്റുകൾക്കൊരു ഭംഗിയാണ്. നമ്മൾ തിരിച്ച് പറയാൻ അവർക്ക് ഉപദേശം കൊടുക്കുന്നതിൽ വേണം നമ്മൾ സൂക്ഷിക്കാൻ. അവരെ ഹേർട്ട് ചെയ്യാതെ പറയണം. അവരുടെ ഫ്രണ്ടായാൽ മതി. അതാണ് ഇപ്പം തന്നെ ഞങ്ങൾ അവരായിട്ട് കൂട്ടാവും. എന്നാലേ അവർ നല്ലോണം പാടുള്ളൂ. അവർ പേടിച്ചിരുന്നാൽ നമ്മുടെ ഷോയിന് നല്ല പാട്ടുകൾ കിട്ടൂല. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കൂട്ടായാൽ അവർ കലക്കും. പാനലിൽ ഇപ്പം ശ്രീനിവാസ് സാറും അല്ലേ മേഡൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അവരായിട്ടുള്ളൊരു എന്താ പറയുക? രണ്ടുപേരും എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബിന്നി എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാം. ബിന്നിയെ ശ്വേതയുടെ ഗുരുവാണ്. അപ്പോൾ ബിന്നി ഇപ്പോൾ കർണാട്ടിക് സൈറ്റിൽ കുട്ടികൾക്ക് രാഗങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയൊക്കെ ബിന്നി ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും അവർക്ക് പഠിക്കാൻ വേണ്ടി. ഞാനൊരു അമ്മ സ്ഥാനത്ത് നിന്നവർക്ക് കരുതലും സ്നേഹമൊക്കെ കൊടുക്കും. ശ്രീനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇതാ അവർക്ക് എനർജി കയറ്റാൻ ഇയാളുണ്ടല്ലോ. ചോദിക്കും. അടുത്ത ചോദ്യം. ഓൾറെഡി സെറ്റാണ്. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് സൈഡ് ഓഫ് പ്രൊമോഷൻസ്. ഓൺലൈൻ മീഡിയ അത്രയും വളർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാര്യം പണ്ട് നിങ്ങൾക്ക് അറിയാം, ചാനൽസ് ഒക്കെ ആദ്യം ഒരു പ്രൊമോ ഷൂട്ട് ഉണ്ടാവും, പിന്നെ സ്റ്റിൽസ് ഉണ്ടാവും, അതെവിടെയെങ്കിലും ഫ്ലെക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ LED ബോർഡ്സ്, അതല്ലെങ്കിൽ ചാനൽസിൽ ഒരു പ്രൊമോ വീഡിയോ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ യൂട്യൂബ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ വന്നപ്പം എല്ലാ ചാനൽസിനും അവരുടെ പെർട്ടിക്കുലർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇടാൻ തുടങ്ങി. യൂട്യൂബ് ചാനൽസ്
ഇന്നത് ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ വന്ന് അത്രത്തോളം നമ്മുടെ ഡിജിറ്റൽ വളർന്നു, അത്രത്തോളം ഓൺലൈൻ മീഡിയ വളർന്നു. ആവശ്യമാണ്. ഒരു സൈഡിൽ കൂടെ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരുപാട് വർഷമായിട്ട് നിങ്ങളെയൊക്കെ കാണുന്നതാണ്. നമ്മുടെ ഒരു ഷോ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം. മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക. കാര്യം ഇത് കുട്ടികളുടെ ഷോ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ പഴയ പാട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. കാര്യം ഇത് കാണുന്ന അമ്മമാരാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു യങ്ങർ ജനറേഷനിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ഡിജിറ്റൽ മീഡിയ ഏറ്റവും പരമാവധി നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. അതിനെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്തെങ്കിലും? ഷൈൻ ചേട്ടനോട് ഒരു പടമുണ്ട്, ഡാൻസ് ആഫ് എന്നാണ് സിനിമയുടെ പേര്. ഡബിങ് കഴിഞ്ഞു, 1-2 മാസത്തിനകത്ത് റിലീസ് ഉണ്ടാവും. പിന്നെ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളും കാണണം. പാട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളും കാണണം. ഡിജിറ്റലിലൊക്കെ നമ്മുടെ പ്രസൻസ് ഉണ്ട്, Z5-ലൊക്കെ ഉണ്ട്. അതെ, വരേക്കും വണക്കം. ശ്രീനി കിട്ടിയാ മോളുടെ അല്ല ബിന്നിയുടെ കഴിഞ്ഞു അല്ലേ? സംസാരിച്ചോ ബിന്നി? എൻ്റെ ഈ പാട്ട് ഇടാതിരുന്ന നല്ലായിരുന്നു. കാട്ടൻ മൊഴി ഇടാതിരുന്ന എത്രയോ ജന്മമായിട്ടോ. കാട്ടൻ മൊഴി ഇടണ്ട കേട്ടോ, വൃത്തിയേടായിരുന്നു. ഇല്ല വളരെ വൃത്തിയേടായിരുന്നു. അത് ഇട്ട് അത് മോന് തോന്നണേ ആ സ്നേഹം കൊണ്ട്. അത് വൃത്തിയേടായിരുന്നു. എൻ്റെ മോൻ ഇപ്പൊ വേണ്ട കണ്ണ, അതൊക്കെ പ്രിപ്പയർ ചെയ്ത് പാടണം. ഞാൻ പാടാം. ഞാൻ ഏത് പാട്ട് പാടും? ഏതെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഞാൻ പാടും. ജാനകിയമ്മയുടെ ഒരു പാട്ട് വേണം, അതിനൊരു സംശയമില്ല. അത് കുറച്ചും കൂടെ വാമപ്പ് ഒക്കെ വേണം. വയസ്സായില്ലേ, വാമിങ് അപ്പ് ഒക്കെ ചെയ്താൽ ഒരു അരമണിക്കൂർ പോയി ഒക്കെ ചെയ്താലേ പാടാൻ പറ്റുള്ളൂ. അതെ. ആ ശരി മോനെ, അതിന് ഞാൻ എന്ത് റിപ്ലൈ തരണം? ഞെട്ടും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാം കുറെയൊക്കെ ഞാൻ കാണും. ചിലരുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ സങ്കടം വരും ചിലപ്പോ. പിന്നെ അതെ, ഇപ്പൊ ഒരു എന്താ പറയുക, കുറെ കമന്റ്സ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. മോളേ എന്ന് പറഞ്ഞു വരും. എന്താ അവരിങ്ങനെ എഴുതിയേക്കണേ? അപ്പോൾ അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളല്ലേ, അവർ എഴുതട്ടെ ഇരുന്നു. നല്ലതും വരും, നല്ലത് കാണുമ്പോൾ സന്തോഷം. ശ്വേത നോക്കാറില്ല. ഞാൻ തന്നെ ഇരുന്ന് സമയം കൊച്ചിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ പോകും. അപ്പൊ അവിടെ വരാൻ ലേറ്റ് ആവുമ്പോ അപ്പോഴാണ് ഇതെല്ലാരും നോക്കണേ. എല്ലാം ചോദിക്കല്ലേ, സത്യം മാത്രമേ പറയുള്ളൂ. അതെന്തെങ്കിലും പറഞ്ഞു പോകും ഞാൻ. അയ്യോ, ഷോ തുടങ്ങുന്നതിന് മുന്നേ ഹിറ്റ് ആവുന്നു. God bless. അതാരാ പറഞ്ഞേ? നാവ് പൊന്നായിരിക്കട്ടെ. God bless. ഓരോ മൊമെന്റ്സും. പിന്നെ കൊച്ചു കുട്ടികളാണ്, അപ്പോൾ നമ്മൾ അവർക്ക് പഠിപ്പിക്കുന്നതിനെ കാട്ടും അവരുടെ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് കറപ്റ്റായിപ്പോയി. അപ്പോൾ കുട്ടികൾ വളരെ ഒരു കറപ്ഷൻ ഇല്ലാത്ത അവരാണ്. അവർക്ക് നമ്മൾ കറപ്ഷൻ അവർക്ക് പഠിപ്പിക്കരുത്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മണി, എൻറ്റയർ മോറൽ കറപ്ഷൻ, എവറിത്തിങ്. അവരുടെ കയ്യിൽ നിന്ന് അവരെങ്ങനെയാണ് ഈ ലോകത്തിന് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ. വേറെ ഒന്നുമില്ല. പിന്നെ പാട്ട് അവർ തകർക്കും. ഇത് മലയാളികളല്ലേ, എല്ലാവരും പാടും. നിങ്ങളെല്ലാവരും പാടുമല്ലോ, അപ്പോൾ അതുപോലെ ഇവിടുത്തെ കുട്ടികളും പാടും. വെരി happy to be here. സുജു ഉണ്ട്. ഇപ്പോൾ she has been an inspiration to me from then. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം സുജുവിൻ്റെ കൂടെ ഒരു റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഒരു സമയത്ത് വി യൂസ് ടു കോൺസ്റ്റൻ്റ്ലി ജഡ്ജ്. മലയാളത്തിലും പിന്നെ തമിഴിലും ഇങ്ങനെ സ്ഥിരമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ വേറെ എതിർകക്ഷിയായി. പിന്നെ ഇപ്പോൾ ഇവിടെ ഗെറ്റ് ടുഗെദർ. ബട്ട് there is no എതിർകക്ഷി when music is concerned. So very happy to be here.
വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ. കുട്ടികളായതുകൊണ്ട് ഡിഫിക്കൽട്ട് ആണോ അതോ ഈസിയാ എങ്ങനെയായിരിക്കും? ആർക്കറിയാം. വിൽ നോ അബൌട്ട് ഇറ്റ്. കുട്ടികളാകുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക. ഇതൊരു കോമ്പറ്റീഷനാണ്. ബട്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ മ്യൂസിക്കിൽ തന്നെ കോമ്പറ്റീഷൻ ഇല്ല. ആക്ച്വലി ആരും നമ്മൾ ജീവിക്കുന്നത് 10, 70, 80 കൊല്ലം. അതിൽ ദർ ഇസ് നോ വിക്ടറി ഓർ ഡിഫീറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എ ജേർണി. എനിക്ക് പേരൻസിനോടാണ് എപ്പോഴും പറയേണ്ടത്, അവർ കുറച്ചും കൂടി ഇതൊരു എൻജോയ് ചെയ്യുക ഈ ജേർണി എപ്പോഴും. എസ്പെഷ്യലി കൊച്ചുകുട്ടികളാകുമ്പോൾ അവരുടെ പേരൻസ് അത്ര സീരിയസ് ആവണ്ട. അവർ ഈ കുട്ടികളെ കൊണ്ട് മറ്റത് പാടിക്കണം, മറ്റത് ചെയ്യണം, ഇവർ തെറ്റാണ്, എൻ്റെ കുട്ടി നന്നായി പാടി, ഒന്നും ഒരു കാര്യമില്ല. ജസ്റ്റ് എൻജോയ് ദ ജേർണി, ജസ്റ്റ് സീ ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ്സ്. ഫൈൻ. ഇത് പെട്ടെന്ന് കഴിയും. ഒരു 3-4 മാസത്തിന് 5 മാസത്തിനകം കഴിയും. ഞാൻ ലൈഫ് കിടക്കില്ല. ജസ്റ്റ് എൻജോയ് എവറി മൊമെന്റ് ഓഫ് യുവർ ലൈഫ് എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഓൾ ദി ബെസ്റ്റ് സർ. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇന്ന് പാട്ട് പാടില്ല. ഏത് പാട്ട്? മുത്തുപോലെ തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ. താങ്ക് യു.